ബ്ലോഗർ ജുനൈസ് പാണാളിക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചതിന് കേസ്. കൊണ്ടോട്ടി നഗരസഭാധ്യക്ഷയെ സമൂഹമാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചതിനാണ് കേസെടുത്തത്. അപകീർത്തിപ്പെടുത്തിയെന്നും സ്ത്രീത്വത്തെ അപമാനിച്ചെന്നും കാട്ടി നിതാ ഷഹീർ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. കഴിഞ്ഞ ദിവസമാണ് ദേശീയപാതയിലെ വെള്ളക്കെട്ടിന്റെ പേരിൽ നഗരസഭാധ്യക്ഷയെ അധിക്ഷേപിച്ച് ജുനൈസ് വീഡിയോ പോസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം ദേശീയപാതയിൽ കൊണ്ടോട്ടി ഭാഗത്തെ വെള്ളക്കെട്ടിനെതിരെ വ്ളോഗർ ജുനൈസ് പാണാളി ഫേസ്ബുക്ക് അടക്കം തന്റെ സമൂഹമാധ്യമ അക്കൗണ്ടുകളിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ഈ വീഡിയോയിലാണ് കൊണ്ടോട്ടി നഗരസഭാധ്യക്ഷ നിതാ ഷഹീറിനെതിരെ മോശം പരാമർശം നടത്തിയിരുന്നത്. ഈ വള്ളത്തിൽ കിടക്കണ ഈ ബ്ലോക്കിൽ കിടക്കണ ലീഗാരനെ തോൽപ്പിച്ചു. അതിന് നട്ടലുള്ള സഖാക്കൾ കൊണ്ടോട്ടി മണ്ഡലത്തിലുണ്ടെങ്കിൽ നട്ടലുള്ള ഒരു സ്ഥാനാർത്ഥിനെ വെക്കി. അന്ന് ഇറങ്ങണ വിമാനത്തിൽ ഗൾഫിൽ നിന്ന് വരുന്ന ആചാര്യ നോമിനേഷൻ കൊടുത്ത് നിർത്തലല്ല, നല്ലൊരുത്തനെ വെക്കി. മുനിസിപ്പാലിറ്റി അത് പിന്നെ ഒരു കോമഡിയാ. ആദ്യത്തെ 2.5 കൊല്ലം ഇംഗ്ലീഷ് അറിയാത്ത താത്താരെ വിളയാട്ടം, രണ്ടാമത്തെ 2.5 കൊല്ലം മേക്കപ്പ് ഇട്ട താത്താന്റെ പട്ടിഷോ. ഏതായാലും താത്താര് മുഖത്തുള്ള മേക്കപ്പിന്റെ പൈസ മതി ഇവിടെ ഇപ്പൊ ഈ കുയ്യടക്കാൻ. ഒരു MLA ഒക്കെ നിർത്തുകയാണെങ്കിൽ നിങ്ങൾ സ്വർഗത്തേക്ക് കുത്തിയാലും നരകത്ത് കൂടെ 5 കൊല്ലം പോണ്ടിയിരുന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് കൊണ്ടോട്ടിയാണ്, ഇത് ഒരിക്കലും നന്നാൻ പോണില്ല. ഇത് ഇങ്ങനെ ഉണ്ടാവുള്ളൂ. കാരണം അന്തും കുന്തും ഇല്ലാത്ത കുറച്ചെണ്ണത്തിന്റെ അടുത്താണ് ഇവിടെ മണ്ഡലമുള്ളത്, ഇവിടെ മുനിസിപ്പാലിറ്റി ഉള്ളത്. അന്തും കുന്തും വന്നോര് ഈ വരുന്ന് കരുതാ, ഇൻഷാ അല്ലാ. അല്ലാതെ എന്താ പറയാ. വീഡിയോയിലെ അധിക്ഷേപ പരാമർശത്തിനെതിരെ നിതാ ഷഹീർ വനിതാ കമ്മീഷനും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകി. താനുമായോ ഔദ്യോഗിക ഉത്തരവാദിത്വവുമായ ബന്ധമില്ലാത്ത ദേശീയപാതയുടെ പരിധിയിലുള്ള റോഡിന്റെ ശോച്യാവസ്ഥ ചൂണ്ടിക്കാട്ടുന്ന വീഡിയോയിൽ തനിക്കെതിരെ തികഞ്ഞ സ്ത്രീവിരുദ്ധതയും ബോഡി ഷെയ്മിംഗും നടത്തുന്നതായും ഇത് തനിക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും നിതാ ഷഹീർ നൽകിയ പരാതിയിൽ പറയുന്നു. ഒരുപക്ഷെ സ്ത്രീകൾക്ക് ഇതേപോലുള്ള സ്ഥാനങ്ങൾ, പദവികൾ ഇതേപോലെ പ്രയോറിറ്റി കൊടുക്കുന്നത്. എന്നാൽ അദ്ദേഹം പറഞ്ഞ താത്തമാര് എന്നുള്ള 2-3 പ്രാവശ്യം എന്നെ ടാർഗറ്റ് ചെയ്ത് പറഞ്ഞു. അതിനുശേഷം താത്തമാര്, മുൻ ചെയർപേഴ്സണും വനിത തന്നെയായിരുന്നു. അദ്ദേഹത്തെ അതേപോലെ വിദ്യാഭ്യാസമില്ലാത്ത, ഇംഗ്ലീഷ് അറിയാത്ത ഒരു 2.5 വർഷം കഴിഞ്ഞു പോയി. അതിനുശേഷം മേക്കപ്പ് ഇട്ടിട്ട് 2.5 വർഷം പറഞ്ഞ താത്തമാരെന്ന് പറയുന്നുണ്ട്. അപ്പോഴും ഒരു സ്ത്രീകൾക്കെതിരെയുള്ള എന്ന് വെച്ചാൽ ഞങ്ങൾ ഒന്നിനും എന്ത് തരത്തിലാണ് നമുക്കത് വർണ്ണിക്കുക എന്ന് പറയാൻ പറ്റില്ല. അപ്പം അത്തരത്തിലുള്ള ഒരു ചിന്താഗതി വ്ളോഗറായാലും ആരായാലും അത്തരത്തിലുള്ള ചിന്താഗതികളൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. നമ്മൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ആളുകളാണ്. നിങ്ങൾ ഭരണസമിതിയുടെ ഹെഡായി നിൽക്കുന്നതും അതുപോലെ തന്നെ കുടുംബങ്ങളുണ്ട്. ഇതുപോലുള്ള വീഡിയോസൊക്കെ നല്ലതാണ്. എന്ന് വെച്ചാൽ ഈ വ്ളോഗർ എനിക്ക് തോന്നുന്ന ഒരു രാഷ്ട്രീയ നാടകം കളിച്ച പോലെയാണ് എന്നെ സംബന്ധിച്ചോളം തോന്നുന്നത്. വീഡിയോ ചെയ്യുന്നതോ വിമർശനമോ തെറ്റല്ലെങ്കിലും സ്ത്രീകൾക്കെതിരെയുള്ള വിമർശനങ്ങൾ സഭ്യമായ ഭാഷയിലാകണമെന്നും നിതാ ഷഹീർ പറഞ്ഞു. ഹൈവേ കൂടെ പോവാണെങ്കിൽ നേരത്തിന് എത്തണമെങ്കിൽ നിങ്ങൾ നേരത്തെ ഇറങ്ങണം, അല്ലെങ്കിൽ നേരെ മൊത്തം തെറ്റും. നിങ്ങൾ ഈ വള്ളക്കുജിയിൽ വീകും ചെയ്യും. മജ്ലിസുന്നൂറ് കൂടാൻ MLA പോയതുകൊണ്ട് ജനങ്ങൾ വെള്ളത്തിലായ റോഡുള്ള നാട്. മുനിസിപ്പാലിറ്റിയിലെ താത്താന്റോടുക്കും കുടുംബക്കാരോടുക്കും മുനിസിപ്പാലിറ്റിന്റെ കൊടി വെച്ച വണ്ടിയിൽ ലിബാമും ഫൗണ്ടേഷൻ ക്രീമും ഇട്ട് പോണതുകൊണ്ട് കുലുക്കും ജനങ്ങളെ നെരുക്കും പ്രശ്നം അറിയാതെ PR വർക്ക് ചെയ്യാൻ മറന്ന റോഡുള്ള നാട്. അതിലും പറഞ്ഞ കല്യാണത്തിനും പറയാത്ത കല്യാണത്തിനും പോയി ചോറും തിന്ന് പല്ലി കുത്തിയെടുത്ത് കുത്തിക്കാണ്ട് ഫോട്ടോ എടുത്ത് വീണ MLA സമാധാനം പറയോ? MLA നന്നാക്കി തരും ഞങ്ങളെ വണ്ടി? അതോ മുടി സ്ട്രൈറ്റ് ചെയ്ത് ഫൗണ്ടേഷൻ ക്രീം ഇട്ട് ചീറിപ്പാഞ്ഞ് നടക്കുന്ന മുനിസിപ്പാലിറ്റിയിലെ താത്താര് നന്നാക്കി തരുമോ? പരാതി കൊടുത്തത് SP-ക്ക് പരാതി കൊടുത്തു. പോലീസ് കേസായിട്ട് മുന്നോട്ട് പോകണം എന്നാണ്. ഞാനെന്ന പദവിയെ അപമാനിക്കുക അല്ലെങ്കിൽ എൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുകയാണെങ്കിൽ, മീൻസ് എൻ്റെ പദവിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുകയാണെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്തിരുന്നു. നമുക്ക് സൈബർ സെല്ലിലേക്ക് പരാതി കൊടുക്കണം എന്നുള്ളത് നിൽക്കുന്നുണ്ട്, ഫോർവേഡ് ചെയ്യാൻ പറയുന്നുണ്ട്. കേരള വനിതാ ഓഫീസർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഇനി കേസായിട്ട് അയാൾക്കെതിരെ ഡിഫോമേഷൻ കേസായിട്ട് മുന്നോട്ട് പോകണം തന്നെയാണ്. ദേശീയപാതയിൽ കൊണ്ടോട്ടി ഭാഗത്തെ തകർച്ച സംബന്ധിച്ചായിരുന്നു പാണാളി ജുനൈസിന്റെ വീഡിയോ. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാധ്യക്ഷ കൂടിയാണ് നിതാ ഷഹീർ. കേരള വിഷൻ, കൊണ്ടോട്ടി.